ഒരുപാട് തവണയൊന്നും വേണ്ട, ഒറ്റ തവണ, ഒരേ ഒരു തവണ ഈ അത്ഭുത ദിക്റൊന്ന് ചൊല്ലിയാൽ, രാത്രി ചൊല്ലിയാൽ നേരം വെളുക്കൊന്നും വേണ്ട, ആ സെക്കൻഡിൽ, ആ നിമിഷം നമ്മൾ ഈ ചൊല്ലുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലിയാൽ അള്ളാഹു ഉത്തരം തരും. ഇത് ഖുർആനിൻ്റെ സാക്ഷ്യമാണ്. ഏതാണ് ആ ദിക്റെന്ന് നമുക്ക് പഠിക്കണ്ടേ? ഇന്ന് പരിശുദ്ധമായ റജബ് 1 രാവ് കടന്നു വരികയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് മനോഹരമായി ഒരുങ്ങാനുള്ളൊരവസരം കൂടെ ജമാദുൽ ആഖിർ 30 ഇങ്ങനെ പൂർത്തീകരിച്ചിട്ട് തന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ റജബ് 1 രാവ് കടന്നു വരുമ്പോൾ എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഒരു ദിക്ർ ഇതുപോലെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നിങ്ങളിത് കേട്ടിട്ട് മനസ്സറിഞ്ഞ് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മാറും. എല്ലാ സങ്കടങ്ങളും മാറും, എല്ലാ പ്രയാസങ്ങളും മാറും. ഇന്നത്തെ രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹ് നടപ്പാക്കി തരും. നിങ്ങൾക്ക് അള്ളാഹു സമാധാനം തരും. ഏതാണ് ആ ദിക്റെന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബിൻ്റെ ആദ്യത്തെ രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, റജബ് അള്ളാൻ്റെ മാസമാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് അള്ളാൻ്റെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്, നമ്മൾ മാറിയിട്ടില്ല, നമുക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. റജബ് നമുക്ക് കിട്ടിയിട്ടില്ല. റജബ് കിട്ടില്ലേ ശഅബാൻ ലഭിക്കില്ല, ശഅബാൻ ലഭിച്ചിട്ടില്ലേ റമളാൻ ലഭിക്കില്ല. അതുകൊണ്ട് റജബ് കിട്ടണം. എങ്ങനെ കിട്ടും? ഈ രാത്രിയിൽ ചൊല്ലാൻ പറ്റിയ അതിവിശിഷ്ടമായൊരു ദിക്ർ ഒരു ഉസ്താദും നിങ്ങൾ കണ്ട ഒരു വീഡിയോയിലും ഇതുപോലെ ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഈ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ, നിങ്ങളിത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ രാത്രിയിൽ ഈ ഒരൊറ്റ ദിക്ർ മതി. ഒരു സെക്കൻഡ് വേണ്ട ആ ദിക്ർ ചൊല്ലാൻ. അത്ര സിമ്പിളായ ദിക്ർ. ആ നിമിഷം രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് സമാധാനത്തോടുകൂടെ ആയിരിക്കും. ഏതാണ് ആ ദിക്ർ എന്ന് പഠിക്കണ്ടേ? നമുക്ക് ഈ നമ്മളെന്നും ഞായറാഴ്ച ചർച്ച ചെയ്യുന്നത് പോലെ ഇന്നത്തെ ചർച്ചാ വിഷയം അള്ളാഹുവാണ്. എങ്ങനെ റജബിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? അള്ളാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ആ വിഷയം ഒന്ന് കേൾക്കാം അല്ലേ? ഒന്ന് നമ്മുടെ പ്രണയഗാനമൊക്കെ ഒന്ന് പാടിക്ക് കേൾക്കട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് എന്തിനാ ടെൻഷൻ അടിക്കണം? എന്തിനാ ഈ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടോ? മക്കളെ കെട്ടിച്ചവരൊക്കെ ഒന്ന് കൈവോക്കിയേ. കെട്ടിച്ചു, മാഷാ. ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചാൽ മതി, ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ ആദ്യകാലത്തൊക്കെ? ആ ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിച്ചത്? ഭാര്യക്ക് അസുഖമുള്ള ആളുകളൊക്കെ ഒന്ന് കൈവക്കണ്ട, മനസ്സിൽ വെക്കാൻ മതി. ചിലപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവൂലേ അല്ലേ? അതുകൊണ്ട് എന്താ നേടിയത്? രോഗം മാറിയോ? ടെൻഷൻ അടിച്ചതുകൊണ്ട് മാറിയോ? കച്ചവടത്തിൽ നഷ്ടം വന്നവർ എല്ലാവരും ലാഭം വന്നവരാണോ? ടെൻഷൻ അടിച്ചപ്പോ കച്ചവടം നിങ്ങൾക്ക് ലാഭത്തിലായോ? ആയോ? ജോലി നഷ്ടപ്പെട്ടവര് ആരുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടില്ലേ? ടെൻഷൻ അടിച്ച ജോലി തിരിച്ചിട്ടോ? ഇട്ടോടാ. പിന്നെന്തിനാ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം അല്ലേ? പലരും ഇങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഉസ്താദേ, ഇഖാമ റെഡി ആയിട്ടില്ല, അതിൽ വിസ ശരിയാവണില്ല, അല്ലെങ്കിൽ ടിക്കറ്റ് റെഡി ആവണില്ല. ടെൻഷൻ ഞാനിങ്ങനെ നിന്ന് പോവുള്ളൂ എന്നാണ് ചില കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോഴേ. എന്തിനാ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ എന്താ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദ് എന്നാണ്. ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇങ്ങോട്ട് ശ്രദ്ധിക്കും എല്ലാവരും. റബ്ബുൽ ആലമീനായ അള്ളാനെ കൂട്ടുപിടിച്ചാൽ മതി. ആരെ കൂട്ടുപിടിക്കണം? വെറും അള്ളാനല്ല. ഏതല്ലാനെ? റബ്ബുൽ ആലമീനായ അള്ളാനെ കൂട്ടുപിടിക്കണം.
പരിശുദ്ധ ഖുർആനിൽ കുറെ ചരിത്രങ്ങളല്ല പറയുന്നുണ്ട് അല്ലേ? ഖുർആൻ ഒരു ചരിത്ര പുസ്തകമാണോ? ആണോ? അല്ല. പിന്നെ എന്തിനാ ചരിത്രം അല്ല പറഞ്ഞത്? സൂറ അംബിയായില്, സൂറ ഖസസിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അല്ലാഹ് പറയാണ്, വഖുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്. നബിയെ, ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിനൊരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഹൃദയത്തിന്, അതായത് ഇവിടെ ശ്രദ്ധിക്കുക, വേറെ എന്ത് നടന്നാലും ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ഹൃദയത്തിന് ഈ ചരിത്രമൊക്കെ പറഞ്ഞു തരുന്നതിനാണ്. നമ്മൾ എന്തോരം ചരിത്രം കേട്ടിട്ടുണ്ട്, വല്ല മാറ്റവും നമുക്കുണ്ടായോ? ഇല്ല. ഖുർആനിൽ പറയുന്ന ചരിത്രം മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇളതൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. ഇത് വിശ്വാസികൾക്ക് ഗുണപാഠമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ പ്രതിസന്ധിയിൽ തളരാത്ത ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഇതാർക്ക് ഗുണപാഠാണ്? നമ്മൾ എന്തേ ഇത് ഗുണപാഠമായി എടുക്കാത്തത്? നമ്മൾ ആരായിട്ടില്ല. വിശ്വാസി. പുസ്തകങ്ങളും മാർക്കും ഒക്കെ കഴിച്ചതാണ്. വിശ്വാസിയാവോ? യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത് ഗുണപാഠാണ്, അവർക്കിത് ഉപകരിക്കും എന്നാണ്. നമുക്കെന്ത് ഉപകരിക്കാത്തത്? ഒരു ചോദ്യചിഹ്നാണ്. ഉപകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമുക്കേറെ സുപരിചിതമായൊരു ചരിത്രമുണ്ട്. ഖലീലുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ കാലത്ത് അന്ന് അധികാരം ആരുടെ കയ്യിലായിരുന്നു? ശ്രദ്ധിക്കണ്ട നിങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ കേട്ട ചരിത്രം. എന്നിട്ട് കേട്ടിട്ട് ഇപ്പൊ എന്തുണ്ടായത്? ഒന്നും കൂടെ കേൾക്കാം നമുക്ക്. ആരാ ഭരിച്ചത്? നമ്രൂദ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചോണ്ടുവരാൻ നമ്രൂദ് കൽപ്പിക്കുകയാണ്. എന്തിനാ പിടിച്ചോണ്ടുവരണത്? ആ നാട്ടിലെ വിഗ്രഹങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി. അന്നൊരു ഉത്സവ ദിവസമായിരുന്നു. എല്ലാവർക്കും ചരിത്രം അറിയാം അല്ലേ? മൂപ്പര് ആരും ഇല്ലാത്ത സമയം നോക്കി ഒരു അമ്പലത്തിൽ കയറി. എന്നിട്ട് അവിടെയുള്ള ചെറിയ വിഗ്രഹങ്ങളുടെയൊക്കെ തല അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് ആ കോടാലി എടുത്ത് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിലേക്ക് ഇട്ടു. എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആൾക്കാർ, ഇതാരാണ് നമ്മുടെ ദൈവങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞത്? നമ്മുടെ ദൈവങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞത് ആരാണ്? അത് ഇബ്രാഹിം ആയിരിക്കും. അവനാണ് ഈ പണിയൊക്കെ ഒപ്പിക്കണവൻ. വിളിച്ച് ഇങ്ങനെ മുമ്പിൽ കൊണ്ടു നിർത്തി. അല്ല ഇബ്രാഹിമേ, നീ അല്ലേ ചെയ്തത്? ഞാനല്ല, മൂപ്പരുടെ കഴുത്തിലെതിരെ കോടാലി കിടക്കണ്, വലിയ ദൈവമാണെന്ന് പറഞ്ഞു. ആ ശിലകൾ അനങ്ങാൻ പറ്റാത്ത ഈ പാറ കൊന്നു എന്ന് നീ പറയാണോ? ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടിയില്ലേ? ഈ അനങ്ങാൻ പറ്റാത്ത പാറയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇവനെ പിടിച്ചോണ്ടൊന്ന് കൊന്നുകളയണമെന്നായി. പിടിച്ചോ, മുമ്പിൽ കൊണ്ടുവരാണ് നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി. എന്താ ഖുർആൻ പറയുന്നത്? ഖാലൂ ഹർരികൂ വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. ഇബ്രാഹിമിനെ എന്ത് ചെയ്യണം? കരിച്ച് കളയണം. എന്ത് ചെയ്യണം? വെറുതെ കൊന്നാ പോരാ, തീയിൽ കിടന്ന് നരകിച്ച് ചാവണം ഇബ്രാഹിം അലൈഹിസ്സലാം. എങ്കിലും നമ്മുടെ ദൈവങ്ങൾക്ക് നമ്മൾ ചെയ്യണ ഏറ്റവും വലിയ സഹായമായിരിക്കും അത്. അപ്പൊ ദൈവത്തിനെ സഹായിക്കാൻ പോവാണ് ആര്? നമ്രൂദും ചങ്ങാതിമാരും. ചരിത്രമൊക്കെ നമുക്കറിയാം അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് കൂട്ടി. തഫ്സീറിൽ കാണാം, ഓരോരുത്തരും എന്ത് ചെയ്തു? വിറക് നേർച്ചയാക്കി. കാലുവേദനയുള്ളവര് കാലൊപ്പം വിറക് നേർച്ചയാക്കി. നടുവേദനയുള്ളവര് നടുവരെ വിറക് നേർച്ചയാക്കി. തലവേദനയുള്ളവര് തലവരെ വിറക് നേർച്ചയാക്കി. കാരണം ഇബ്രാഹിമിന് അപ്പൊ തലവേദന വരുമ്പോ, എന്റെ ദൈവമേ, ഞാനിതാ ഇബ്രാഹിമിനെ കത്തിക്കാൻ തലവരെ വിറക് നേർച്ചയാക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നേർച്ചയാക്കാൻ തുടങ്ങി. അങ്ങനെ വിറക് കെട്ടിങ്ങനെ കൊന്നുകൂടി. ആകാശത്തൂടെ പോകുന്ന പറവകൾ പോലും ആ തീയില് വെന്തുരുകി താഴേക്ക് വീഴാണ്. അപ്പൊ നമ്രൂദിനും ടീമിന് അടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഇപ്പൊ വീട്ടിൽ തന്നെ തീയൊന്ന് ആളി കത്തിക്കഴിഞ്ഞാൽ ഭാര്യമാര് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലേക്ക് മാറും. കാരണം എന്താ? ചൂട് പൊള്ളും അല്ലേ? അടുക്കളയിൽ കയറി പരിചയം വേണം, ചിരിച്ചോണ്ട് കാര്യമില്ല. അപ്പോ നമ്രൂദിന് സംഘത്തിന് അടുത്തേക്ക് പോകാൻ പറ്റണില്ല. അപ്പൊ ഒരു വില്ല് വണ്ടി ഉണ്ടാക്കി. ആ വില്ല് വണ്ടിയിൽ ഇബ്രാഹിമിനെ കിടത്തി അലൈഹിസ്സലാം. എന്നിട്ടിങ്ങനെ എയ്ത് വിടുകയാണ്. ഇതുമായി നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ട്. എയ്ത് വിടുകയാണ്. ആ വിടുന്ന സമയത്ത് ആര് വരുന്നുണ്ട്?
സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, അലക ഹാജ, ഇബ്രാഹിം എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും? എന്താ പറഞ്ഞത് ഇബ്രാഹിം നബി? അമാ ഇലൈക ഫല ഹാജത ലീ, നിന്നോട് എനിക്കൊരു ആവശ്യം പറയാനില്ല കേട്ടോ. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ഞാനും നീ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ജിബ്രീലേ ഇങ്ങോട്ട് മാറിയിരുന്നോ, ഞാൻ തീ കുണ്ടാരത്തിലേക്കാണ് വീഴാൻ പോണത്. മോശം ആളൊന്നുമല്ല ചോദിക്കണേ, മലക്കുകളുടെ നേതാവായ സയ്യിദുനാ ജിബ്രീൽ. അത്ര ബന്ധം ഒരു മലക്കിനും അള്ളാഹിനോടില്ല, ഇല്ലേ? ഒരു മലക്കിനും അള്ളാഹിനോടില്ലാത്ത ബന്ധം ആർക്കുണ്ട്? എല്ലാ അമ്പിയാക്കളുമായിട്ട് ബന്ധമുണ്ട് ആർക്ക്? അങ്ങനെയുള്ള ജിബ്രീലാണ് വരുന്നത്. അലക്ക ഹാജ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഞങ്ങടെ മാറിക്ക്, ഞാൻ ഹസ്ബി അല്ലാഹ്, എനിക്ക് ആര് മതി. അതൊരു പ്രണയത്തിന്റെ വർത്താനമല്ല, അത് ജിബ്രീൽ മോശമായതുകൊണ്ടല്ല. ചിലപ്പോൾ വാപ്പായും ഉമ്മായും തമ്മിൽ ഇങ്ങനെ അടികൂടും. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയും. ഇപ്പൊ പിള്ളേരടക്കം വന്നിട്ട്, എന്താ വാപ്പി പ്രശ്നം എന്നോട് പറയോ? അത് ഞാനും ഉമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങള്. അത് പുള്ള മോശമായതുകൊണ്ടാണോ? അല്ല, അതാ ഒരു ബന്ധത്തിന്റെ വൈകാരികത അങ്ങനെയാണ്. അത് ഞങ്ങൾ തീർത്തോളം, നിങ്ങൾ മാറിക്കും ജിബ്രീലെ. അപ്പൊ നേരെ പോയിട്ട് എവിടെ വീഴാ? ഈ ഹസ്ബി അല്ലാഹ് പറഞ്ഞതിന്റെ ഫലം എന്തായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ് വെന്ത് വെണ്ണീറായി നാളെ പരലോകത്തിൽ ചെല്ലുമ്പോ സ്വർഗത്തിൽ വലിയ സ്ഥാനം. അതായിരുന്നോ? ഈ ദുനിയാവിൽ കിട്ടി. എവിടെ കിട്ടി? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയേ, ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറണേ. ഈ ദുനിയാവിൽ ഒരൊറ്റ ഹസ്ബി അല്ലാഹ് കൊണ്ട് കിട്ടിയ ഫലാണ്. നമ്മുടെ തീ എവിടെയാണ്? എവിടെയാണ്? അതാണ് ടെൻഷൻ. അതാണ് ഈ ടെൻഷനാകുന്ന തീയിലേക്ക് വിറക് നിറച്ചാക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ? ഈ ശമ്പളം കിട്ടി ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഉള്ളിൽ തീയും കത്തിച്ചിരിക്കുകയാണ്. ശൈത്താൻ ഇങ്ങനെ തീ കത്തിച്ചു തരും. എന്ത് ചെയ്യും അല്ലേ? ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കെട്ടിയോള് ഒരു കെട്ട് വിറക് നിറച്ചാക്കി വരികയാണ്. മൂത്താപ്പാടം മോക്കടെ കല്യാണമാണ്, കനത്തിൽ കൊടുക്കണോട്ടാ. ഒരു കെട്ട് തീ, ഒരു കെട്ട് വിറക് അവിടെ ഇട്ട് ആളിക്കത്താൻ തുടങ്ങി. അപ്പോഴത്തേക്കും പിള്ളേര് ഇപ്പുറത്ത് കൂടെ വരും. വാപ്പി 3 മാസത്തെ ഫീസ് അടച്ചിട്ടില്ല കേട്ടാ, ഈ മാസം കൂടെ അടച്ചില്ലെങ്കിൽ ടീച്ചർ എന്നെ അകത്തോട്ട് കയറ്റൂല. ഒരു കെട്ട് തീ പിള്ളേരുടെ വക. അപ്പോഴത്തേക്കും വേഗം ഫോൺ റിങ് ചെയ്യും. എടാ, നീ ആ കടം മേടിച്ച പൈസ തിരിച്ചു തന്നിട്ടില്ലല്ലോ, വേഗം തരണോട്ടാ. അവന്റെ വക നേർച്ചയാക്കി. അവൻ ടെൻഷൻ അടിച്ച് ആളിക്കത്താൻ തുടങ്ങി. എന്നാൽ അള്ളാനെ തിരിച്ചറിഞ്ഞൊരുത്തനാണെങ്കിൽ ആ ടെൻഷൻ ഉണ്ടാവോ? എന്തു പറയും ആ നിമിഷം? എന്തു പറയും? ഹസ്ബി അല്ലാഹ്. എന്തു പറയും? പടച്ചോൻ വെള്ളം കോരി ഒഴിക്കും. ആര് വെള്ളം കോരി ഒഴിക്കും? നിങ്ങൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കും മക്കളെ. ആര് വെള്ളം കോരി ഒഴിക്കും? പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് വിറകാണ് കോരിയിടുന്നത്. വെള്ളം ഒഴിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല അള്ളാനെ. നിങ്ങൾ ശൈത്താൻ പറയുന്നതിനൊപ്പം തീ കത്തിച്ച് എല്ലാ ടെൻഷനും കൂടെ കൂട്ടി വെക്കാണ്. എന്നാൽ ആ സമയത്ത് തന്നെ ഹസ്ബി അല്ലാഹ്, ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം? എന്റെ സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്ന എന്റെ നാഥൻ, അവൻ എന്റെ കൂടെ ഉണ്ട്. സനാതത്വബോധം. ഞാൻ അനാഥനല്ല. ഞാൻ ആരല്ല? എനിക്ക് ആരുണ്ട്? റബ്ബുണ്ട്. ഹസ്ബി അല്ലാഹ്. മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞേ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ചരിത്രം നമ്മൾ എത്രയോ കേട്ടു. വെറുതെ കഥ പറഞ്ഞു. ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഈമാൻ ഉണ്ടായി. അതെന്താ നമുക്കുണ്ടാവൂലേ? നമുക്കുണ്ടാകാത്തൊരു സംഗതി പറയുന്നൊരു പുസ്തകമാണ് ഖുർആനെങ്കിൽ അത് വെറും ഒരു കഥ പുസ്തകമാണ്, കഥ ബുക്കാണ്. അങ്ങനെയല്ല. ദിക്റാലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഗുണപാഠാണ് ഇബ്രാഹിമിന്റെ ചരിത്രം അലൈഹിസ്സലാം. അല്ലാഹ് പറയാണ്. ഇനി മൂസാ നബിയുടെ ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയാണ് ഭരിക്കുന്നത്. ആരത്? ഫിർഔൻ. ന്യൂനപക്ഷങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളിപ്പോ ന്യൂനപക്ഷമാണ്, മോഡി ഞങ്ങൾ ഇല്ലാണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഈ നാട്ടിൽ മുസ്ലിംകളുടെ ആൺമക്കളുടെ തലവെട്ടിക്കളയണമെന്ന് പറഞ്ഞായിരുന്നോ? മുസ്ലിമിന് ആമ്പുള്ള ജനിച്ചാൽ അവന്റെ തലയിറക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞോ? അങ്ങനെ പറഞ്ഞൊരു ഫാസിസ്റ്റ് ഉണ്ടായിരുന്നു. ഫാസിസ്റ്റുകളുടെ തലതൊട്ടപ്പൻ. ആരത്? ഫിർഔൻ. ഇസ്രായേലികളുടെ കുഞ്ഞു ജനിച്ചാൽ അത് ആൺകുട്ടിയാണെങ്കിൽ കൊന്നു കളയണം. കുഞ്ഞു പൈതലിനെ പോലും കൊന്നു കളഞ്ഞവൻ. ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടു. അപ്പൊ അള്ളാന്റെ
വഹി വരാൻ. വഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസ, അല്ലാഹു പറയും, മൂസ രാത്രി സമയം ആരും അറിയാതെ എൻ്റെ അടിമകളെയും കൊണ്ട് നാട് വിട്ടോളണം. എന്താ പറയണേ? രാത്രി ആരും അറിയാതെ എൻ്റെ അടിമകളെയും കൊണ്ട് നാട് വിടണം. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇന്നക്കും മുത്തബഊൻ. ശത്രുക്കളാകുന്ന ഫിർഔനും ടീമും നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇത് അല്ലാഹ്ക്കറിയാം. അല്ലാഹു മൂസാ നബിക്ക് വഹി അറിയിക്കാൻ ഇവന്മാര് പിറകെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ആരും അറിയാണ്ട് നാട് വിട്ടോളണം. അങ്ങനെ മൂസാ നബിയും സംഘമൊക്കെ ഇങ്ങനെ നാട് വിടുകയാണ് രാത്രി സമയം. ഫഅത്ബഅഹും മുശ്രിഖീൻ. പ്രഭാത സമയമായി. അവരിങ്ങനെ രാത്രി യാത്ര ചെയ്യാണ്. അപ്പൊ വഴി തെറ്റിപ്പോയി. അന്ന് വിളക്കൊന്നുമില്ലല്ലോ. വഴി തെറ്റിച്ചതാരാണ്? ചെങ്കടലിന്റെ മുമ്പിൽ എത്തിച്ചു അവരെ. ആരെത്തിച്ചു? ഫഅത്ബഅഹും മുശ്രിഖീൻ. ഇശ്റാഖിന്റെ സമയം, സൂര്യൻ പൊട്ടിപ്പിളരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ആര്? ഫിർഔനും സംഘവും. എവിടെയുള്ളത് അവര്? ചെങ്കടലിന്റെ. ഫലമ്മാ റഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. രണ്ട് സംഘവും തമ്മിൽ കണ്ടുമുട്ടി. ചെങ്കടലിന്റെ തീരത്ത് മൂസാ നബിയും ഇസ്രായേലികളും. തിരിഞ്ഞു നോക്കുമ്പോ ഫിർഔനും പടയാളികളും. രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോ മൂസാ നബിയുടെ കൂടെ ഉള്ളവർ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ. നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ മൂസ. പിടിച്ചിട്ടില്ല, പക്ഷെ മുമ്പിൽ കടലാണ്, ചെങ്കടലാണ്. ചാടി രക്ഷപ്പെടാൻ പറ്റുമോ? നിന്ന നിൽപ്പിൽ പടച്ചോനെ ഭൂമിക്കടിയിലോട്ട് താന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ദ്വാരക്കാനല്ലാണ്ട് വേറെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇന്നാല മുദ്റക്ക് മൂസ നമ്മൾ പിടിക്കപ്പെട്ടു പോയല്ലോ. അപ്പൊ മൂസാ നബി പറയുന്നുണ്ട്, ഖാല കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. ഖാല കല്ലാ. ഇല്ലട്ടോ, പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും പറയില്ലേ. പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എവിടെയാണ്? ഫിർഔൻ മുമ്പിലുണ്ട്. 6 ലക്ഷത്തിൽ പരം ആളുകൾ ഇസ്രായേലികളുണ്ട് മൂസാ നബിയുടെ കൂടെ. 6 ലക്ഷത്തിലധികം ആളുകൾ തഫ്സീറിൽ കാണാം. അതിന്റെ ഇരട്ടിയുണ്ട് ഫിർഔനും സംഘവും. മുമ്പിൽ ചെങ്കടല്. ഒന്നുമില്ല, രക്ഷപ്പെടാനൊരു വഴിയില്ല. അപ്പോഴും മൂസ പറയേണ്ടത് അലൈഹിസ്സലാം, കല്ലാ, നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ലട്ടോ. ഇന്ന മഈ റബ്ബീ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. എന്റെ കൂടെ ആരുണ്ട്? എന്റെ കൂടെ എന്തൊരു വർത്താനാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ. നമുക്ക് വഴിയറിയില്ല, പക്ഷേ എന്റെ റബ്ബിന് അവൻ വഴി കാണിച്ചു തരും. ഇന്ന മഈ റബ്ബി. ഞാൻ പെട്ടിട്ടില്ല, ഞാൻ പെടുകയില്ല. ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്. ഇന്ന മഈ റബ്ബി. എന്റെ അല്ലാഹു കൂടെ ഉണ്ട് എന്നല്ല, എന്റെ റബ്ബ് കൂടെ ഉണ്ട്. എനിക്കെന്താണോ ഗുണമെന്ന് എന്നെക്കാൾ അറിയുന്ന എന്റെ നാഥൻ എന്റെ കൂടെ ഉണ്ട്. സയഹ്ദീൻ. അവന് വഴി കാണിക്കും. ഉടനെ അള്ളാന്റെ വഹി വരണം. ഫഅൗഹൈനാന്ന് പറഞ്ഞത് മൂസാ നബി ഇന്ന മഈ റബ്ബ് എന്നുള്ള റബ്ബി എന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള ഒരൊറ്റ പറച്ചിൽ. ഫഅൗഹൈനാ ഇലാ മൂസാ അനിദ്രിബ് ബിഅസാകൽ ബഹ്. മൂസാ നബിക്ക് അപ്പം തന്നെ വഹി വന്നു. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിന് ഒരു അടി കൊടുക്കണം, അല്ലേ? ആ കടലിനെ ഒന്ന് അടിക്കണം. ഫൻഫലഖ്. കടല് രണ്ടായി പിളർന്നുപോയി. നിങ്ങൾ ചിന്തിച്ചു, ഇതൊക്കെ നടക്കണ കാര്യമാണോ? അള്ളാനെ കൊണ്ട് പറ്റൂലേ? അതായത് നിങ്ങൾ ആത്മഹത്യല്ലാതെ മുമ്പിൽ ഒരു വഴിയില്ല എന്ന് കരുതുന്ന ഘട്ടത്തിൽ പോലും എന്റെ കൂടെ റബ്ബുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴി അള്ളാഹ് തുറന്നു തരും. തണിപ്പാടം. ഫൻഫലഖ്. കടല് രണ്ടായി പോയി. ഫകാന കുല്ലു ഫിർഖിൻ കച്ചൗദിൽ അദീം. ഈ തിരകള് 2 വലിയ പർവ്വതങ്ങൾ പോലെ 2 ഭാഗത്തും ഇങ്ങനെ നിന്നു എന്നാണ്. ഉള്ളിലൊരു നാഷണൽ ഹൈവേ, തിരകൾ എന്ത് ചെയ്തു? 2 പർവ്വതങ്ങൾ പോലെ 2 ഭാഗത്ത് ഇങ്ങനെ നിന്നു.
സുബ്ഹാനല്ലാഹ്. ഫഅൻജൈനാ മൂസാ വമൻ മഅഹ്. മൂസാ നബിയും കൂട്ടരും അതിലൂടെ അങ്ങ് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു. സുമ്മ അഗ്റഖ്നൽ ആഖിരീൻ. മറ്റവരെ നമ്മൾ മുക്കിക്കൊന്നു. ഫിർഔനെയും കൂട്ടരെയും ടെൻഷൻ അടിച്ചാ മുങ്ങിച്ചാവും. അള്ള ഈ വഴിയൊക്കെ തുറന്നു കൊടുത്തപ്പോ മൂസാ നബി വിചാരിക്കുകയാണ്, എങ്ങാനും കടല് കൂടുവോ, കടലെങ്ങാനും ഇടയിൽ വെച്ച് നമ്മളെ മുക്കിക്കളയോ എന്ന് ഓർത്തിരുന്നെങ്കിൽ മുങ്ങിച്ചാവും. പക്ഷെ മൂസാ നബിയുടെ ബോധ്യം എന്താ? ഇന്നമായി, ഞാൻ പെടൂല, ഞാൻ എന്റെ കൂടെ ആരുണ്ട്, ഞാൻ ആരുടെ അടിമയാണ്, ഞാൻ എങ്ങനെ പെടുക, ഞാൻ എങ്ങനെ പെടുക? ഇനി ഫിർഔൻ എന്നെ കൊന്നാലും ഞാൻ പെട്ടതാണോ? എന്റെ റബ്ബ് കൊല്ലിച്ചതാണ്. അപ്പോഴും എനിക്ക് സുഖം, കാരണം ഞാൻ അവന്റെ റബ്ബാണവൻ. ആരാണവൻ? മൂസാ നബി സുഖമായിട്ടങ്ങ് നടന്നുപോയി. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലആയ, ഇതിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, പക്ഷേ ഭൂരിഭാഗം ആളുകളും മുഅ്മിനീങ്ങളല്ല കേട്ടോ. ഇതില് അടയാളമുണ്ട്, അല്ലെങ്കിൽ ദൃഷ്ടാന്തമുണ്ട്, പക്ഷെ ഭൂരിഭാഗം ആളുകളും ആരല്ല? വിശ്വസിക്കണില്ലാന്നേ. ഇതൊന്നും വിശ്വസിക്കണില്ല. കഥ കേട്ടു പോവും. എന്നിട്ടൊരു പ്രതിസന്ധി വരുമ്പോ ഇന്നമായി റബ്ബി ഓർക്കോ, ഹസ്ബിയോ ഹസ്ബി അല്ല ഓർക്കോ. 100 തവണ ഇങ്ങനെ ചൈനക്കാരന്റെ കൗണ്ടറിൽ ഹസ്ബി അല്ല ഹസ്ബി അല്ല ഹസ്ബി അല്ല ഹസ്ബി അല്ല. എന്ത് കാര്യമുണ്ട്? ഒരൊറ്റ ഹസ്ബി അല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 1000 തവണയൊന്നും ഹസ്ബി അല്ല പറഞ്ഞിട്ടില്ല. തീകുണ്ടാരത്തിലേക്ക് വീഴുമ്പോ ഒരൊറ്റ ഹസ്ബി അല്ല, ഒരൊറ്റ ഒന്ന്, ആ ഒരെണ്ണം ഈമാനോടെയാണെങ്കിൽ അത് മതി. എന്നാൽ ഫഅക്സറുഹും, ഭൂരിഭാഗം ആളുകളും ഈമാനില്ലാത്തവരാണെന്ന് പടച്ചിറപ്പ് ഖുർആനിലൂടെ പറയാം. നമ്മൾ ചിന്തിച്ചു നോക്കുക, മുഅ്മിനാകണോ മുനാഫിക്കാകണോ? ആരാകണം? ആരാകണം? അങ്ങനല്ലേ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം വേണം. സ്നേഹനിധിയായ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ബോധ്യം എന്തായിരിക്കും? എന്നെ ആരും തള്ളിപ്പറഞ്ഞോട്ടെ, എനിക്ക് ആരുണ്ട്? എൻ്റെ കാക്കുണ്ട്, എൻ്റെ കാക്ക അല്ലേ? അതൊരു വൈകാരിക ബന്ധമാണ്. അതുപോലെ റബ്ബുൽ ആലമീനെ തിരിച്ചറിയണം. അതാണ് നമ്മുടെ മറ്റേ വരിയെന്ന് പഠിക്ക്. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ, ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഒന്ന് സ്നേഹിച്ചു നോക്കും, പിന്നെ റബ്ബ് കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടും. ഇത് മുത്തുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഹിജ്റ പോവാണ്, സയ്യിദുനാ റസൂലുള്ളാഹ് കൂടെയുണ്ട്. പ്രിയപ്പെട്ട സാഹിബ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. പ്രണയത്തിനൊരു പര്യായം ഉണ്ടെങ്കിൽ അതാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഗാറു സൗറിൽ തനിച്ചാകുന്ന നേരം അല്ലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? നബിയെ, ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട്, അവരെങ്ങാനും ഒന്നിങ്ങനെ ഒന്ന് കാല് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാ മതി നബിയേ, എന്നെ പിടിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ, എനിക്കൊരു വിഷയമല്ല, എന്റെ ഹബീബിനെ അവർ ഉപദ്രവിക്കും എന്നുള്ള പേടിയാണ് എനിക്ക്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഉടനെ അള്ളാന്റെ ഹബീബ് പറഞ്ഞെന്താ? മാ ظنك باثنين يا أبا بكر, ഈ രണ്ടുപേരെ കുറിച്ച് നിന്റെ വിചാരം എന്താ മോനെ അബൂബക്കറെ? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി ആരുണ്ട്? എന്തിനാ പേടിക്കണേ? ഖുർആൻ ഈ സംഭവം പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, ഇല്ലാ തഹ്സൻ, ടെൻഷൻ അടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ അബൂബക്കറെ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേടി സ്വന്തം കാര്യത്തിലല്ല കേട്ടോ. സ്വന്തം കാര്യത്തിലല്ല പേടി, പിന്നെ ആരുടെ വിഷയത്തിലാ? മുത്തുനബിയുടെ വിഷയത്തിലാണ്. അപ്പോഴാ പറയണേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അള്ളയുണ്ട്, 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 അള്ളുണ്ട്. അള്ള ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ആ ബോധ്യം ഒരൊറ്റ പറച്ചില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുള്ളൂ. ഉടനെ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു. എന്തിറക്കി കൊടുത്തു? എന്തിറക്കി കൊടുത്തു? കാണാൻ പറ്റാത്ത മാലാഖമാരെ അല്ല ഇറക്കി കൊടുത്തു. അള്ളാന്റെ പട്ടാളത്തെ ഇറക്കി.
നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ ഒരൊറ്റ സെക്കൻഡിൽ ചിലന്തിയോട് പടച്ചോന്റെ കൽപ്പന വന്നു, വേഗം പോയിട്ട് നടക്കണ കാര്യമാണത്. അള്ളാഹിനെ കൊണ്ട് പറ്റൂലേ? അതായത് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാന്റെ കൂട്ട് കിട്ടിയ ഒരു മനുഷ്യനാണെങ്കിൽ ആ ഒരൊറ്റ നൃത്തം, ആ ഒരൊറ്റ പറച്ചിൽ മതി. സംഭവിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ സംഭവിക്കും. ചിലന്തി ഒറ്റ സെക്കൻഡ് കൊണ്ട് ഓടി വന്നിട്ട് അവിടെ വല നെയ്യാണ്. ഇത് കാണുന്ന ആളുകൾ ഇവിടെ കുറെ നാളായിട്ട് ആരും താമസിച്ചിട്ടില്ല, ആരും കയറിയിട്ടില്ലേ ഗുഹയുടെ അകത്ത്. ആ ചിലന്തിയോട് കൽപ്പിച്ചതാരാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോ അസംഭവ്യമായത് പോലും സംഭവിക്കും. ഒറ്റ ഹസ്ബി അല്ലാഹ് മതി. എന്ത് മതി? അതാണ് ഈ മുത്തുമഇന്നയിലേക്കുള്ള യാത്ര. ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് മുത്തുമഇന്നയിലേക്ക് നമുക്ക് പോകാൻ, അത് പഠിക്കാനുള്ള പ്രേരണയാകാൻ വേണ്ടിയിട്ടാണ്. പതിയെ പതിയെ അതിലേക്ക് വരണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആലിക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരനെ കുറിച്ച് നമ്മുടെ ഈ 2018 വെള്ളപ്പൊക്കത്തിലുണ്ടായൊരു സംഭവം എന്നോടൊരു സുഹൃത്ത് ഉണർത്തിയിരുന്നു. ആലിക്കുട്ടിക്ക. അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വീടും അപ്പുറത്തൊക്കെ വെള്ളം കയറിപ്പോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട് അവിടെ ഒറ്റപ്പെട്ടു. അപ്പൊ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, രാത്രി സമയമാണ്, വെള്ളം വരുന്നുണ്ട്. അപ്പൊ മക്കളൊക്കെ ടെൻഷൻ അടിച്ച് നിന്നപ്പോ ആലിക്കുട്ടിക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ചരൽക്കല്ല് എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഒരു സാധു മനുഷ്യൻ ഇൽമൊന്നുമില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ചരൽക്കല്ല് അവിടെ ഇരുന്നിട്ട് മൂപ്പര് പോയി കിടന്നുറങ്ങി. മക്കൾക്കുറക്കം കിട്ടുമോ? ഈ പുള്ളിയുടെ മോൻ പറഞ്ഞത്, ഉസ്താദേ അന്ന് ബാപ്പ ഉറങ്ങിയ പോലെ അതിന് മുമ്പൊന്നും ഉറങ്ങിയിട്ടില്ല, അജാതി കൂർക്കം വലിച്ചുറങ്ങായിരുന്നു എന്നാണ്. നേരം വെളുത്തപ്പോ മൂപ്പര് കല്ലെറിഞ്ഞ ഭാഗത്തിന് ഇങ്ങോട്ട് വെള്ളം വന്നിട്ടില്ല. രാവിലെ സുഖമായിട്ട് അവർ ക്യാമ്പിലേക്ക് പോയി. എങ്ങാനും ആലിക്കുട്ടിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് പടച്ചോനെ മുങ്ങോന്ന് കരുതി വന്ന് നോക്കിയാലോ, ഉദാഹവ തീർന്നു പോലെ. ഇതാണ് തവക്കുൽ. ആരെ ഏൽപ്പിക്കണം? ഹസ്ബി അല്ലാഹ്, എന്റെ കൂടെ ആരുണ്ട്, അതൊരു ബോധ്യമായിട്ട് മാറണം. തീയിട്ട് വരും ശൈത്താൻ. എന്നിട്ട് വരും, തീയിട്ട് വരും, പല രീതിക്ക് വരും. ഇല്ലേ, മക്കളുടെ കല്യാണമാകാൻ ആ നേരത്ത് ടെൻഷൻ. സ്വർണ്ണം ഒക്കുവോ? ഇപ്പോഴാണെങ്കിൽ 1 ലക്ഷം പണിക്കൂലി അടക്കം. എത്ര രൂപ വരും ഒരു പവന്? 1.10 അടുത്ത് വരും അല്ലേ? ഉള്ളിലിങ്ങനെ ശൈത്താൻ തീയിട്ട് വരും. അതിൻ്റെ ഇടയിൽ തണുപ്പാണെന്ന് തോന്നിക്കാനായിട്ട് വേറെ ശൈത്താൻ പലിശക്കാരന്റെ രൂപത്തിൽ വരും. എടുത്തോ, ചെറിയ പലിശയുള്ളൂ. നമ്മൾ തണുപ്പാണെന്ന് ഓർത്തിട്ട് ആ വെള്ളം കോരി ഒഴിക്കാൻ നോക്കും, തീ ആളിക്കത്തും. എന്നാൽ ആ സമയത്തും ഹസ്ബി അല്ലാഹ്, എന്താണ് ആ ഹസ്ബി അല്ലാഹ് ഉണ്ടാകണം. അല്ലാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ എല്ലാവരും കേട്ടില്ലേ? ഏതാണ് ആ വിഷയം? എന്താണ് നമ്മുടെ സംഗതി? എന്താണ് നമ്മുടെ ദിക്ർ? ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബുണ്ടെന്നേ, എൻ്റെ റബ്ബെന്നെ കൈവിടൂല. അപ്പം ഇന്നത്തെ രാത്രി ധാരാളം തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ ഖൽബിൽ തട്ടിയിട്ട് അതൊരു ബോധ്യമായി മാറണം. ഒരു തവണ ആ ബോധ്യത്തിൽ ചൊല്ലാൻ പറ്റിയാൽ അത് മതി. നിങ്ങളുടെ സങ്കടം അവിടെ തീരും. നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ അള്ളാഹു ഉരുക്കിക്കളയും. ഇതിലപ്പുറം എന്താ വേണ്ടത്? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബോധ്യത്തിൽ റജബിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം കടന്നു വരുന്നത് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവാണ്. റജബിൽ ആദ്യത്തെ തിങ്കളാഴ്ച രാവും ആദ്യത്തെ രാവും ഇരട്ടി മധുരാണ് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് കൃത്യം 6:45 നമുക്ക് മജ്ലിസിന് വേണ്ടി ഒരുമിച്ചിരിക്കണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, നല്ല നല്ല കാര്യങ്ങളുമായി എൻഗേജിനാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണ്. ഈ രാത്രി ഹയാത്താക്കിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ വലുതാണ്. നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ വഫാത്തായ ഒരു മഹാനുണ്ട്, അത്താ ഉർ റസൂൽ എന്നറിയപ്പെടുന്ന മഹാൻ. ആരാണത്? അത് ഖാജ ദില്ലി രാജസ്ഥാൻ തുമാരായ ഖാജ, സാരാ ഹിന്ദുസ്ഥാൻ തുമാരായ ഖാജ. ഖാജ തങ്ങൾ ഇല്ലേ? ഖാജയെ സിയാറത്ത് ചെയ്യാൻ അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. സമസ്ത ഇരുവിഭാഗങ്ങളും 100ാം വാർഷികം ആഘോഷിക്കാനുള്ള മനോഹരമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലുത് സുന്നത്തി ജമാഅത്താണ് ഇല്ലേ? സംഘടനകളുടെ പേരിൽ നമ്മൾ തമ്മിലടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സംഘടനയും മനോഹരമായി പ്രവർത്തിക്കട്ടെ. രണ്ടും സുന്നത്തി ജമാഅത്തിന് വേണ്ടിയാണ്. അള്ളാഹു ഇസ്സത്ത് എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത്, മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് ഐക്യത്തോടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അള്ളാഹു ആ ഐക്യം
റബ്ബുൽ ആലമീൻ നമുക്കത് കൺകുളിർമയെന്നോണം കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: സമസ്തയുടെ ആദ്യ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഈ റജബ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഈ റമദാൻ തീരുന്നത് വരെ, റജബ് ശഅബാൻ റമദാൻ മുഴുവൻ നേരവും സ്വബാഉൽ ഖൈറിനോടൊപ്പം അല്ലെങ്കിൽ റസാ വ്ളോഗ്സ് കുടുംബത്തോടൊപ്പം നമ്മളുണ്ടാവും. ഞാൻ എല്ലാ വീഡിയോയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ആ റിലീഫ് പദ്ധതിയിൽ പറഞ്ഞ പാവപ്പെട്ടവരുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കും. ആ നിലക്കൊക്കെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് റജബിലൂടെ അള്ളാഹുവിങ്കിലേക്ക് എത്താൻ കഴിയണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, അസുഖ വിഷയം പറഞ്ഞവരുണ്ട്, മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട്, പരീക്ഷയുടെ വിഷയം പറഞ്ഞവരുണ്ട്. എല്ലാം അള്ളാഹു റാഹത്തിലാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. രാത്രി നമ്മുടെ മജ്ലിസിൽ നമുക്ക് പ്രത്യേകം വിശാലമായി ദുആരക്കാം. ഇപ്പോൾ സമയം വൈകിയല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.